ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള പരിപ്പ് കറി എങ്ങനെയാണെന്ന് വെക്കാൻ നോക്കാം. പരിപ്പിൻ്റെ കൂടെ ഞാൻ ഇന്നിവിടെ കടച്ചക്കയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ പരിപ്പ് എടുത്തിട്ടുണ്ട്, തുവരം പരിപ്പ്. ഞാനൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ് അളവിലാണ് കേട്ടോ പരിപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് നന്നായി കഴുകി എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ചെറുള്ളിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ചെറുള്ളി ഒരു 6-7 ചെറുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് പച്ചമുളക്, കറിവേപ്പിലയാണ് കേട്ടോ. വെളുത്തുള്ളി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് കഴുകിയതിന് ശേഷം ചെറുള്ളി ഞാനിപ്പോൾ അറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ്, മുളക് പൊടി ഇപ്പം അല്ല കേട്ടോ, ലാസ്റ്റാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് പരിപ്പ് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് മൺചട്ടിയിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിതിപ്പോൾ അടുപ്പിൽ വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇത് പരിപ്പ് വേവുന്ന സ്റ്റേജിൽ നമുക്ക് കടച്ചക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലോ. അപ്പോൾ കടച്ചക്ക നമുക്ക് തോല് കളയാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ പശ ഫുള്ള് നമ്മുടെ കയ്യിലാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തോല് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് നന്നായി കഴുകിയിട്ട് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാൻ കുറച്ച് വലിയ സൈസിലാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറിയ സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഹാർഡായിട്ടൊരു പോർഷൻ ഉണ്ടാവും. ആ പോർഷൻ നമുക്കൊന്ന് അറുത്ത് കളയണം കേട്ടോ. ഇല്ലെങ്കിൽ അത് നമ്മൾ ചാറിലിട്ട് എത്ര വേവിച്ചാലും അത് വേവാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ കടച്ചക്ക കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിടണേ, ഇല്ലെങ്കിൽ അതൊരു ബ്രൗൺ കളറിലേക്ക് മാറും. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും പ്രോബ്ലമോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. പരിപ്പ് ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് വേവിക്കാം. അപ്പോൾ ഇതിന് നമുക്ക് 4 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് തക്കാളി ആയതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയേ. പിന്നെ ഈ ചെറുള്ളിയും വറമുളകും കറിവേപ്പിലയും നമുക്ക് താളിപ്പിനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പരിപ്പ് വെന്തോന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പുറത്തെ സൈഡ് കുട്ടികൾക്കുള്ള ചോറും പിന്നെ ചില്ലിയും കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു 3-4 പച്ചമുളക് ഇട്ടതുകൊണ്ട് എരിവ് ഒരുപാടായി ഇവിടെ കുട്ടികൾ കഴിക്കില്ല. അതുകൊണ്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കാവേ. ഒരു 3/4 വേവ് പരിപ്പ് അതിന് ശേഷം കടച്ചക്ക ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചക്കയും പരിപ്പും കൂടി ഈക്വലായി വെന്തോളും കേട്ടോ. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സ്റ്റേജിൽ ഉപ്പ് ചേർക്കരുത്. കടച്ചക്ക ഒരു 3/4 വേവ് ആയതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കാവേ. അപ്പം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ തേങ്ങ ഒരു 1/4 മൂടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ഒരുപാട് യൂസ് ചെയ്യരുത്. തേങ്ങൻ്റെ അളവ് കൂടിയാൽ ചാറ് ഒരുപാട് തിക്കായി മാറുമേ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ഒരു സ്റ്റേജിൽ ഉപ്പും കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചാറ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇതിവിടെ തിളയ്ക്കുന്ന ടൈമിൽ നമുക്ക് താളിപ്പിനുള്ള സാധനങ്ങൾ നോക്കാവേ.
ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാവേ. ജീരകം ഒന്ന് നന്നായി പൊട്ടി വന്നതിലേക്ക് നമുക്ക് വറമുളകും കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ ചെറുള്ളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. അതായത് ചെറുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണം, എന്ന് വെച്ചാൽ കരിയാനും പാടില്ല കേട്ടോ. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റേജ് ആയത് നമുക്കെടുത്ത് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം അത് നന്നായി മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ അതൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ഫുള്ളായി ആ ചാറിൽ ഇറങ്ങുള്ളൂ. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണേ. താങ്ക്